കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യം പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പെൺവായനാ മത്സരം സംഘടിപ്പിച്ചു. സമ്മാനദാനം, കവിയരങ്ങ് എന്നിവയും നടത്തി. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന CS സുബ്രഹ്മണ്യം പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പെൺവായനാ മത്സരം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പെണ്ണരങ്ങ് എന്ന പേരിൽ കാവ്യാലാപനവും നടത്തി. അശ്വതി അജി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കവയിത്രിമാർ പങ്കെടുത്തു. തുടർന്ന് നടന്ന വായനാക്കുറിപ്പ് മത്സര വിജയികളെ പ്രഖ്യാപിക്കലും ആദരിക്കൽ ചടങ്ങും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം RK ദീപ ഉദ്ഘാടനം ചെയ്തു. ഇടങ്ങളിൽ അവർ വർത്തമാനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇടങ്ങളിൽ അവർ വർത്തമാനം പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഇടങ്ങൾ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ആ ഇടങ്ങൾ വിശാലമാക്കണം എന്ന് പറയുന്നത് പോലെ പുതിയ തലമുറയും അവരുടെ ഇടങ്ങൾ വിശാലമാക്കണം. ഒരു കൂട്ടത്തിലേക്ക് വന്നിരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ഇതുപോലെ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് വന്നിരുന്നത് കേൾക്കാൻ അവർ തയ്യാറാവില്ല. പക്ഷെ ഇതവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് കുറച്ചുകൂടി കടന്നു വരേണ്ടതുണ്ട്. അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്, പുസ്തകം എന്ന് പറയുന്നതിനേക്കാൾ പുസ്തകം എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടമെന്ന്. പുതിയ അറിവുകൾ ഉള്ള ഒരു ഇടം എന്ന നിലയിൽ പുസ്തകം എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടമെന്ന്. അത്തരത്തിലേക്ക് നമ്മുടെ അറിവുകൾ വികസിക്കുകയാണ് വേണ്ടത്. കുറച്ച് രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. NS അജയകുമാർ അധ്യക്ഷത വഹിച്ചു. അവാർഡ് പ്രഖ്യാപനവും അവലോകനവും ദിവ്യ ദേവകി നിർവഹിച്ചു. നമ്മുടെ കണ്ണടയിൽ വെച്ചിട്ട് നമ്മൾ വായിക്കുക. നമ്മുടെ കണ്ണടയ്ക്കുള്ളിലൂടെയാണ് നമ്മുടെ കാഴ്ച. അത് നമ്മുടെ അനുഭവത്തിന്റെ കണ്ണടയാണ്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കവിതകളെയും കഥകളെയും ഒക്കെ സെലക്ട് ചെയ്യുകയും സ്വീകരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം വായനയുടെ അനുഭൂതി അത് മറ്റൊരാൾ കൂടി പകർന്നു കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കഴിവാണ്. അങ്ങനെ അനുഭൂതി പകരാൻ തക്ക പ്രാപ്തിയുള്ള 3 രചനകൾക്കാണ് നമ്മളിവിടെ 1, 2, 3 എന്ന ക്രമത്തിൽ മാർക്ക് നൽകി വിജയികളായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും അതിനകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. കാരണം എന്നോടൊപ്പം പ്രവർത്തിച്ച ഒരു കൂട്ടം ഗവേഷകരും നമ്മളോടൊപ്പം തന്നെ നിന്ന് അതേ മനസ്സോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി 1-2 തവണ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അത്തരമൊരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കേവലം നിങ്ങളുടെ വായനയുടെ പ്രോത്സാഹനം മാത്രമാണ്. ഇവിടെ കിട്ടുന്ന അവാർഡ് തുകയുടെ വലിപ്പമൊന്നും നോക്കണ്ട. അതിനൊക്കെ അപ്പുറം ഇത് കേവലം ഒരു പ്രോത്സാഹനം മാത്രമാണ്. അതിനപ്പുറം നിങ്ങളിനി എത്രയോ പുസ്തകങ്ങൾ വായിക്കാനിരിപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇടക്കുളങ്ങര ഗോപൻ ആമുഖ പ്രഭാഷണം നടത്തി. S. ശിവകുമാർ, സജിത B. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പെൺവായനാ മത്സരത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലഭ്യമായ 37 എൻട്രികളിൽ നിന്ന് ജഡ്ജിംഗ് പാനൽ വിജയികളായി കണ്ടെത്തിയ മായാദേവി, സ്മിതാദേവി, D. സുമംഗല എന്നിവർക്ക് 1, 2, 3 സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുമായിരുന്നു വിതരണം ചെയ്തത്. ടൗൺ ക്ലബിലെ മുതിർന്ന അംഗം സിദ്ദിഖിനെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഹോം ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥശാലയ്ക്ക് ചടങ്ങിൽ കൈമാറി. പ്രൊഫസർ R. അരുൺകുമാർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനാക്കുറിപ്പ് മത്സരത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത ലാലിനെയും ലൈബ്രറിക്ക് പുസ്തകം സമ്മാനിച്ച സിദ്ദിഖിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.